പ്രൈസ് ലോർഡ്. ഗുഡ് മോർണിംഗ്. ഇന്നലെ എൻ്റെ പിറന്നാളായിരുന്നു. ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് ഈ പ്രഭാതത്തിൽ, ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ ഒത്തിരി ചിന്തകൾ മനസ്സിലുണ്ടായിട്ടുണ്ടാവാം. ഇന്നത്തെ ദിവസം ഒത്തിരി കാര്യങ്ങൾ നേടിയെടുക്കാനുണ്ട്, ഒത്തിരി കാര്യങ്ങൾ സാധിച്ചു കിട്ടാനുണ്ട്, ഒത്തിരി കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്, കടബാധ്യതകൾ കൊടുത്തു തീർക്കാനുണ്ട്, സാമ്പത്തിക ആവശ്യങ്ങളുണ്ട്, മക്കളുടെ ജോലിക്കാര്യം, മക്കളുടെ വിദേശത്തേക്കുള്ള പോക്ക്, വിസയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്. ഒത്തിരി കാര്യങ്ങൾ ഇന്ന് ചെയ്ത് തീർക്കണം. ഇതെങ്ങനെ സാധിക്കും എന്ന് ഇതിനൊരു വഴിയും കാണുന്നില്ലല്ലോ. എൻ്റെ ബുദ്ധിയിലും ശക്തിയിലും ഇതിനെ നേരിടാൻ സാധിക്കുന്നില്ല. ഇതിൻ്റെ എല്ലാം കൺട്രോൾ മറ്റുള്ളവരുടെ കയ്യിലാണ്. ഞാൻ നിസ്സഹായ അവസ്ഥയിലാണല്ലോ എന്ന് വിചാരിച്ചാണ് ഇന്ന് നിങ്ങൾ രാവിലെ എഴുന്നേറ്റത് എങ്കിൽ വചനം പറയുന്നു, വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ ഇപ്രകാരം പറയുന്നു: നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാണ്, അവിടുന്ന് നിങ്ങൾക്ക് വേണ്ടി എല്ലാം ചെയ്തു തരും. കർത്താവ് വിശ്വസ്തനാണ്. കർത്താവിൻ്റെ വിശ്വസ്തതയിൽ വിശ്വസിക്കുക എന്നത് നമ്മുടെ കടമയും ദൗത്യവുമാണ്. കർത്താവിന് ഓരോ ദിവസവും നമ്മെക്കുറിച്ചുള്ള പദ്ധതി വലുതാണ്. ഓരോ പ്രഭാതത്തിലും ദൈവത്തിൻ്റെ സ്നേഹം അനന്തമാണ് എന്ന് വചനം പറയുന്നുണ്ട്. ഓരോ പ്രഭാതത്തിലും ദൈവം തൻ്റെ സ്നേഹം നമ്മിലേക്ക് പകർന്നു തരുമ്പോൾ അതാത് ദിവസത്തിന് ആവശ്യമായ കൃപയും കരുത്തും ധൈര്യവും ശക്തിയും ജ്ഞാനവും ബുദ്ധിയും സമ്പത്തും അവസരങ്ങളും എല്ലാം നമുക്ക് തന്നിരിക്കും. നമ്മുടെ ആന്തരിക നയനങ്ങൾ കൊണ്ട് ഇവയെ കാണാൻ ശ്രമിക്കുക. ഇന്ന് രാവിലെ എഴുന്നേറ്റ് എന്ത് ചെയ്യും? നിങ്ങളുടെ ആവശ്യങ്ങൾ, അനവധി ആവശ്യങ്ങളുടെ മുൻപിൽ എന്ത് ചെയ്യും, എങ്ങനെ കാര്യങ്ങൾ നടത്തും, ആര് സഹായിക്കും, ആരെ കാണണം എന്ന് തീരുമാനിക്കുന്നതിന് മുൻപ് നിങ്ങളുടെ ആവശ്യങ്ങളെ നിങ്ങൾ മനസ്സിൽ കാണുക. ഈ സമയം ഈ ആവശ്യങ്ങൾ നിങ്ങൾ അറിയുന്നതിന് മുൻപ് തന്നെ അറിയാവുന്ന ഒരു വ്യക്തിയാണ് ദൈവം. നീ പ്രാർത്ഥിക്കുന്നതിന് മുൻപ് തന്നെ നിന്റെ ആവശ്യങ്ങളെ അറിയുന്ന കർത്താവ്, നിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്ന കർത്താവാണ് ഈ രാവിലെ നമ്മെ വിളിച്ചുണർത്തിയതുപോലും. ആ ദൈവം നിനക്കാവശ്യമായതെല്ലാം കരുതിയിട്ടുണ്ട് എന്ന് നീ ആന്തരിക നയനങ്ങൾ തുറന്നത് കാണുക. നിനക്കാവശ്യമായ സമ്പത്ത്, നിന്നെ സഹായിക്കാനുള്ള വ്യക്തികൾ, നിനക്കാവശ്യമായ ധൈര്യം, ചങ്കൂറ്റം, ശക്തി, വിജ്ഞാനം, വിവേകം, നിനക്കാവശ്യമായ ലക്ഷ്യബോധം, നീ തിരഞ്ഞെടുക്കേണ്ട വഴികൾ എല്ലാം കർത്താവ് ഇന്ന് നിന്നെ വിളിച്ചുണർത്തുന്നതിന് മുൻപ് തന്നെ കർത്താവ് എല്ലാം ക്രമീകരിച്ചിട്ടുണ്ട്. എല്ലാം ദൈവം ക്രമീകരിച്ച് കഴിഞ്ഞിട്ടാണ് ഇന്ന് രാവിലെ നമ്മെ വിളിച്ചുണർത്തുന്നത്. അതിനാൽ നിന്നെ വിളിച്ചവൻ വിശ്വസ്തനാണ്, വിളിക്കുന്നവൻ വിശ്വസ്തനാണ് എന്ന ഈ വചനപ്രകാരം ദൈവത്തിൻ്റെ വിശ്വസ്തതയിൽ നമുക്ക് വിശ്വസിക്കാം. അവിടുത്തെ വിശ്വസിക്കുന്നവർക്ക്, അവിടുത്തേക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് ഒന്നിനും ഒരിക്കലും ഒരു കുറവും ഉണ്ടാവുകയില്ല. ദൈവം എല്ലാം അറിയുന്നു, എല്ലാം കാണുന്നു, ദൈവം എല്ലാം മനസ്സിലാക്കുന്നു. മറ്റാരേക്കാളും നമ്മെ മനസ്സിലാക്കുന്നത് കർത്താവാണ്. നമ്മെ രൂപപ്പെടുത്തി സൃഷ്ടിച്ച ദൈവമാണ് നമ്മെ മനസ്സിലാക്കുന്നവൻ. അതിനാൽ അധൈര്യപ്പെടരുത്. ഇന്ന് എൻ്റെ കർത്താവെ, നീ എനിക്ക് വേണ്ടി എല്ലാം ക്രമീകരിച്ച് തന്നു എന്നതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു എന്ന് പറയുക. ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ ഈ ദിവസം തുടങ്ങുമ്പോൾ, ഈ പ്രാർത്ഥന കേൾക്കുന്നതിലൂടെ തന്നെ ദൈവം ഇന്ന് നിങ്ങൾക്ക് ആവശ്യമായ കൃപാവരങ്ങൾ, ഇന്ന് നിങ്ങൾക്ക് ആവശ്യമായ സന്തോഷം, ചൈതന്യം, പ്രകാശം, ധൈര്യം, വിവേകം, അറിവ്, ബുദ്ധി, ഇന്ന് ആവശ്യമായ കൃപയെല്ലാം നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രാർത്ഥന സാധിക്കുമെങ്കിൽ
വീണ്ടും വീണ്ടും ആവർത്തിച്ച് കേൾക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും തടസ്സങ്ങൾ നേരിടുമ്പോൾ, എവിടെയെങ്കിലും സ്റ്റക്കായി പോകുമ്പോൾ ദുഃഖിക്കാതെ ഹീലിംഗ് പ്രേയേഴ്സിന്റെ ഏതെങ്കിലും ഒരു പ്രാർത്ഥന നിങ്ങൾ കേൾക്കുക. ആ പ്രാർത്ഥനയിലൂടെ കർത്താവ് നിങ്ങളോട് സംസാരിക്കും. നിങ്ങളുടെ അടഞ്ഞു കിടക്കുന്ന വഴികളെ അവിടുന്ന് തുറന്നു തരും. ഇത് എനിക്ക് വളരെ ബോധ്യമാണ്. അനേകർ ഞങ്ങളെ അറിയിച്ച കാര്യമാണ്. ഹീലിംഗ് പ്രേയേഴ്സിന്റെ പ്രാർത്ഥന കേൾക്കുമ്പോൾ ഞങ്ങളുടെ കുടുംബത്തിൽ വലിയ ഐശ്വര്യമുണ്ടായിരുന്നു, കുടുംബത്തിലെ അന്ധകാരങ്ങൾ മാറിപ്പോകുന്നു, കാര്യങ്ങൾക്കൊരു നീക്കുപോക്ക് വരുന്നു എന്ന് അനേകർ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹീലിംഗ് പ്രേയേഴ്സിലെ ഓരോ പ്രാർത്ഥനയും ദൈവത്തിന്റെ കയ്യൊപ്പുള്ള പ്രാർത്ഥനയാണ്. അത് വിശ്വസിച്ച് നിങ്ങളുടെ പ്രതിസന്ധി ഘട്ടത്തിൽ, നിങ്ങളുടെ രോഗാവസ്ഥയിൽ, നിങ്ങളുടെ വേദനപ്പെടുത്തുന്ന പ്രശ്നങ്ങളിൽ, തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാത്ത അവസരങ്ങളിൽ നിങ്ങൾ ഹീലിംഗ് പ്രേയേഴ്സിന്റെ ഏതെങ്കിലും ഒരു പ്രാർത്ഥന കേൾക്കുക. അതിലൂടെ ദൈവം നിങ്ങളോട് സംസാരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് പ്രവർത്തിക്കും. അതിനാൽ നമ്മെ വിളിച്ച കർത്താവ് വിശ്വസ്തനാണ്. നമ്മെക്കുറിച്ചൊരു പദ്ധതിയുള്ള ദൈവം വിശ്വസ്തനാണ്. ആ വിശ്വസ്തതയിൽ വിശ്വസിക്കുക. ആ വിശ്വസ്തതയിൽ അവിടുത്തെ വാഗ്ദാനത്തിൽ ആശ്രയിക്കുക. മുന്നോട്ട് പോകുക. ദൈവത്തിന്റെ കരം പിടിച്ച് മുന്നോട്ട് പോകുക. ഞാൻ നിന്നെ ഒരിക്കലും ഒറ്റയ്ക്കാക്കി പോകുകയില്ല, അനാഥനായി വിടുകയില്ല, അനാഥയായി വിടുകയില്ല എന്ന് ഓർമ്മിപ്പിക്കുന്ന കർത്താവിന്റെ കൈ പിടിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. ആ കൈ പിടിച്ച് മുന്നോട്ട് പോവുക. നിങ്ങൾ ഒരിക്കലും തകരാൻ ദൈവം അനുവദിക്കുകയില്ല. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കും. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, എന്നെ കേൾക്കുന്ന എൻ്റെ ഈ പ്രിയപ്പെട്ടവരുടെ ഇന്നത്തെ ആവശ്യങ്ങൾ, ഇന്നത്തെ ആഗ്രഹങ്ങൾ അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു. ഇന്ന് അവരെ ആകുലപ്പെടുത്തുന്ന പ്രശ്നങ്ങൾ, അവർക്ക് ചെയ്തു തീർക്കേണ്ടതായ കാര്യങ്ങൾ, അവർക്ക് നടത്തിക്കിട്ടേണ്ടതായ ആവശ്യങ്ങൾ എല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്നു. അവരുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന, ആശങ്കപ്പെടുത്തുന്ന ഓരോ കാര്യങ്ങളും, അവരുടെ ആകാംക്ഷകളെ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, നീ വിശ്വസ്തനാണ് എന്ന ഒരു ഉറപ്പാണ് ഇന്ന് ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കുന്നത്. അതിനാൽ നിന്റെ വാഗ്ദാനത്തിൽ വിശ്വസിച്ച് ഇന്ന് ഞങ്ങൾ ജീവിക്കും. ഞങ്ങൾ ചോദിക്കുന്നതിന് മുൻപ് തന്നെ ഞങ്ങൾക്ക് വേണ്ടി എല്ലാം ക്രമീകരിച്ചിട്ടുള്ള ദൈവമേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു, നന്ദി പറയുന്നു. നീ ഞങ്ങൾക്ക് വേണ്ടി ക്രമീകരിച്ചതെല്ലാം സ്വീകരിക്കുവാൻ ഞങ്ങളെ തന്നെ എളിമപ്പെടുത്തുന്നു. ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഈ പ്രാർത്ഥനയിലൂടെ വലിയ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ, കുടുംബത്തിൽ, ഞങ്ങളുടെ മക്കളിൽ, ജീവിത പങ്കാളിയിൽ, ഇന്ന് ഞങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളിലും ഈ പ്രാർത്ഥനയിലൂടെ വലിയ കൃപ ഒഴുകി, വലിയ ചൈതന്യം ഒഴുകി, നിന്റെ രക്ഷാകര പ്രവൃത്തി ഇന്ന് ഞങ്ങളോട് കൂടെ ഉണ്ടാകണമേ. ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ വിജയവും മഹത്വവും നൽകി എല്ലാ കാര്യത്തിലും സമാധാനപരമായി ജീവിക്കാൻ സന്തോഷത്തോടെ ഉള്ള ഒരു ദിവസം നൽകി ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആയുസ്സും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കണമേ. യാത്രകളിൽ കൂടെ ഇരുന്ന് സഹായിക്കണമേ. ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും കർത്താവേ, നിന്റെ കരം ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തരെയും നീ സമൃദ്ധമായി അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് ഞാൻ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാക്കരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഇന്ന് എല്ലാ കാര്യങ്ങളും ദൈവത്തിൻ്റെ ചൈതന്യത്താൽ ക്രമീകരിച്ച് നിങ്ങളെ വഴി നടത്തട്ടെ, അനുഗ്രഹിക്കട്ടെ, സംരക്ഷിക്കട്ടെ, വിജയം നൽകട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. ഗോഡ് ബ്ലെസ് യു.
ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഒപ്പം നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുക. ഗോഡ് ബ്ലെസ് യു.